എന്തിനാണ് ഇതിന്റെ ഉള്ളിൽ ഇവിടെ കൂടുന്ന വെച്ചിരിക്കണ ഈ സാധനങ്ങളൊക്കെ? ഇത് ശരിക്കും പറയുകയാണെങ്കിലേ ഒന്ന് ഔട്ട് സൈഡ് വെക്കണമെന്നുണ്ട്. ഈ ഔട്ട് സൈഡ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്ത് താഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി സേഫ് ആണ്. ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ അങ്ങനെ അവിടെ വെച്ചതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 4 ബാറ്ററി 24/7 വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിന് ചെറിയ ചെറിയ ഫ്യൂംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുട്ടികൾക്കാണെങ്കിലൊക്കെ ഹാംഫുൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ന് വെച്ചാൽ ഔട്ട് സൈഡ് വെക്കലാണ് നമ്മളിത് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സോളാർ സിസ്റ്റം ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോൾ ഓഫ് ഗ്രിഡ് എപ്പോഴും കംപ്ലയിൻസ് എല്ലാവരും പറയാറുണ്ട്. അത് കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാത്തതുകൊണ്ടും കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ വെക്കാത്തതുകൊണ്ടാണ്. അതിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ പാനൽ സോളാർ പാനൽ റൂഫിൽ നിന്ന് വന്നിട്ട് ഈ കേബിൾ വഴി ഇങ്ങനെ വന്നിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഇതാണ് MPPT. അതായത് ഈ പവർ നമ്മുടെ DC പാനലിൽ വരുന്ന പവറിനെ റെഗുലേറ്റ് ചെയ്ത് ഒരു ഈ ബാറ്ററിക്ക് കറക്റ്റായിട്ട് 48 വോൾട്ടേജ് തരുന്ന ഒരു യൂണിറ്റ് ആണിത്. സോളാർ MPPT എന്നാണ് ഇതിന് പറയാറ്, മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ. ഇനി ഇതിൽ നിന്നും നേരെ വന്നിട്ട് സിസ്റ്റത്തിക്കല്ല പോകുന്നത്, അല്ലെങ്കിൽ ബാറ്ററിക്കല്ല പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ വരുന്നുണ്ട്. ഈ പ്രൊട്ടക്ഷൻ ഈ MPPTക്ക് വരുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് DC DB ബോക്സ്. ഇതിനകത്ത് DC ഫ്യൂസുകളുണ്ട്, MCB ഉണ്ട്, SPD ഉണ്ട്. SPD എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വന്ന് പിന്നെ നമ്മുടെ ഇൻവെർട്ടറിലോട്ട് വന്നു. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ MPPT ആയതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള MPPT നേരിട്ടിട്ട് 2 വയർ കണ്ടോ ഇവിടെ കാണുന്നില്ല, 2 വയർ. അതിൽ ഒരു വയർ വന്നിട്ട് നമ്മുടെ ഇൻവെർട്ടറിൽ നിന്നും ഒരു വയർ വന്നിട്ട് നമ്മുടെ പാനലിൽ നിന്ന് വരുന്ന MPPT ആണ് വരുന്നത്. ഓക്കെ, അതേമാതിരി തന്നെ ഈ ഇൻവെർട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് MCB കൊടുത്തിട്ടുണ്ട് 32 ആംപ്സിന്റെ. അതുപോലെ SPD സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഇടി തട്ടുകയാണെങ്കിൽ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ 2 എർത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചേഞ്ച് ഓവർ കാണാൻ പറ്റുന്നുണ്ട്. ഈ ചേഞ്ച് ഓവർ എന്തിനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഭാവിയിൽ കറണ്ട് കിട്ടുകയാണെങ്കിൽ എപ്പോൾ രണ്ടും കൂടി ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ സിസ്റ്റം റിട്ടേൺ ഒക്കെ എടുക്കേണ്ടി വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് തീർച്ചയായും ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് ലോഡ് എത്രയാണെന്നും അവർക്ക് എത്ര വാട്ട് യൂസേജ് ഉണ്ടാവും എന്നൊക്കെ അവരുടെ ഇരുന്ന് സംസാരിച്ച് അതോടൊപ്പം ഞാനും കൂടി ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഫൈനലി ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തോടെ വെച്ചിട്ടുള്ളത്.